ഹായ് ഗായ്സ്, അപ്പൊ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോവാണ്. സ്ഥലത്തേക്കല്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. അപ്പം നമ്മൾ കിഡ്സ് പാർക്ക് മഞ്ചേരി പുതിയത് ഓപ്പൺ ആയിരുന്നല്ലേ. അതിന്റെ ഇടയിൽ ഒരു എക്കോ വരുന്നുണ്ട് സൈവന്റെ. നമ്മളോടൊക്കെ പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് വെക്കേഷൻ ഒക്കെ അല്ലേ കുട്ടികൾക്ക്. നമ്മള് ഒരു പാർക്ക്, അത് ഇന്നാണ് അതിന്റെ ഉദ്ഘാടനം. നമ്മളെ മഞ്ചേരി പോയി നോക്കാം. മഞ്ചേരി ആയതുകൊണ്ട് നമ്മൾ പോയി നോക്കണം. ഈ കുട്ടികളെ പാർക്കൊക്കെ ആവുമ്പോ എന്താ അറിയോ, ഫസ്റ്റത്തെ കുറച്ച് കാലൊക്കെ നല്ല രസം ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് നമ്മള് മിനിയൂട്ടിന്റെ അവസ്ഥക്കാരോ പറ്റ പോവും. അതെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉദ്ഘാടനമാണ്. ഇന്ന് തന്നെ പോയേക്കാം. ഇന്ന് 4 മണിക്ക് ഉദ്ഘാടനം. ഇപ്പൊ സമയം പിന്നെ 4 മണിയില്ലേ? 4 മണിയായി, കറക്റ്റ് ടൈമാണ്. അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് എത്തുമ്പോ ഏകദേശം ഒരു 4:30 ആവും തോന്നുന്നു. നമ്മള് മോഹത്തെത്തി. എന്താ അവിടുത്തെ അവസ്ഥ അറിയില്ല കേട്ടോ. അതാദ്യം അറിയൂല. പോയ വലിയ പാർക്കൊന്നും അല്ല. ഈ റീലില് കണ്ടതാ, ഞാൻ റീലില് കണ്ടതാ. അപ്പൊ ഞാൻ ബാബക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പം അങ്ങനെ കുട്ടികൾക്ക് അവിടെ ഞങ്ങൾക്ക് പറ്റും ഒന്നുമില്ല കേട്ടോ. ഇവർക്ക് എന്താ ഈ ഊഞ്ഞാല അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്താ സ്ലൈഡ് അതൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം കുട്ടികൾക്കല്ല ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഓലും കൊണ്ട് പോവാ വിചാരിച്ചു. അപ്പൊ നമുക്ക് പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇപ്പത്തെ ഒരു കാലാവസ്ഥ എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂലല്ലേ. നല്ല ചൂട്, ഹെവി ചൂട്. വീട്ടിന്റെ ഉള്ളിൽ കുത്തിർന്നാൽ തന്നെ വിയർത്തൊലിക്കും. പുറത്തേക്ക് ഇറങ്ങിയാ പിന്നെ പറയും വേണ്ട. നമ്മളെ പെരയിൽ ഈ മാസം കറണ്ട് ബില്ല് ഒരു സംഖ്യ വരും കേട്ടോ. ഞാൻ ഫുൾ ടൈം അത് ഓണായി കൊണ്ട് ഒത്തിരിക്കണേ. സോളാർ വെക്കന്നെ സോളാർ നല്ല ചൂടാണ്. എവിടക്കാ പോണ ജോയി? മമ്മ കാണിച്ചതോ? അമ്മ എന്ത് പാർക്കാ കാണിച്ചെന്നേ? ഏത് പാർക്ക്? ചെറിയ കുട്ടികള് വലിയ കുട്ടികളുണ്ട്. ചെറിയ കുട്ടികളും വലിയ കുട്ടികളും ഉണ്ട്. അപ്പൊ ആ പാർക്കൊക്കെ ഞങ്ങള് പോവാം. ചിക്കൻ ലോലിപോപ്പ് ആൻഡ് പപ്സ് ലാജിക് അല്ലേ? ലാജിക് പേരൊന്നും അറിയില്ല. എന്തൊക്കെയാ ടർക്കുടുക്കോർക്ക് പറഞ്ഞോണ്ട് കുറെ പേരാ. സാധനം മുണ്ടൂലല്ലോ. അങ്ങനെ നമ്മളിവിടെ എഡ്യൂമാർട്ടിന്റെ ഫ്രണ്ടുള്ള ഒരു കഫല്ലേ. അപ്പൊ അവിടുന്ന് നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് കയറിയേക്കാം. വെറൈറ്റി സ്നാക്സ്. അതെന്തോ ചിക്കൻ ലോലിപോപ്പ്, പെപ്സ് എടുത്തിക്കണേ. എന്താ അറിയില്ല. എന്താ ടർക്കിഷ് ഫിഷ് പേര് വായിക്കാൻ എടുത്തില്ല. എന്തൊക്കെ സാധനം എടുത്തിക്കണേ. ചായ ഇവിടെ വരും. ടൈം എടുക്കുവോ? സ്പെഷ്യൽ ടീ ആണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള വെയിറ്റ്. ഇതെന്ത് സംഭവം? മറ്റേ മോമോസ്, വലിയ മോമോസ് പൊരിച്ചൊരു ഷേപ്പ്. അതോ എന്താ ചെയ്യത്? എന്തൊക്കെ വീണ് പോയോ? അയ്യോടാ, എന്ത് ചെയ്യാ? ഇതിന്റെ ഉള്ളില് മുറ്റാണ്. പപ്സല്ലേ? അത് മറ്റേ സാധനം. ഈ എഡ്യൂമാർട്ടിന്റെ അടുത്താണ് നമുക്ക് പ്ലാലാൻഡിയ എന്ന് പറഞ്ഞ കുട്ടികളെ പാർക്കുള്ളത്. ജോയിയൊക്കെ വെയിറ്റിംഗ് അല്ലേ? ഓടാൻ നിക്കാണ് നിങ്ങളെ വീഡിയോ എടുക്കല് കഴിഞ്ഞിട്ട്. ഇവിടുന്ന് ഇതിന്റെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞങ്ങളിത് പാർക്കൊക്കെ ഓപ്പൺ ചെയ്തുകൊണ്ട് വന്നതാ. ഫസ്റ്റ് ഡേ തന്നെ. ഇപ്പോഴും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പൊ 5 മണി കഴിഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ നമ്മള് ഉദ്ഘാടനത്തിനായിട്ട് എത്തി പാർക്ക്. എന്തൊക്കെ നടക്കുന്നുണ്ടോ അവിടെ? ബാബാ ഇങ്ങോട്ട്. ചെറിയൊരു ഏരിയ ഉള്ളൂ കേട്ടോ. ഉദ്ഘാടനം തുടങ്ങിയോണ്ട് ഉദ്ഘാടനം തുടങ്ങുള്ളൂ. മഞ്ചേരിക്ക് ഒരു പാർക്കും കൂടി. അങ്ങനെ ഞങ്ങള് പാർക്ക് എത്തിയാണ്. ഇവിടുത്തെ നമ്മളെ മഞ്ചേരിത്തെ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നല്ലതല്ല, അത്യാവശ്യമല്ല, ചെറിയൊരു പാർക്ക്. കുട്ടികൾക്ക് സന്തോഷിക്കാൻ പറ്റിയ സംഭവങ്ങൾ, ഓർക്ക് എൻജോയ് ചെയ്യാൻ. കണ്ടില്ലേ ജോയി? കണ്ടില്ലേ? ഓർക്ക് കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട് ഇതില് പറ്റുക. ലാജി എവിടോ ഉണ്ട്. അതാ ലാജി എവിടുന്നോ അമ്മ വിളിച്ചത് കേൾക്കാം. ഇന്ന് സംഭവം എന്താ വെച്ചാല് ഇതിന്റെ ഉദ്ഘാടനം. ഞങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞുകൊണ്ടൊക്കെ കരുതിക്കാണ് വന്നത്. പക്ഷെ നമ്മള് ഉദ്ഘാടനം കാണാൻ കഴിഞ്ഞു. 4 മണിക്ക് ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് 5:30 ഉദ്ഘാടനം കഴിഞ്ഞപ്പോ
അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു പാർക്ക്. വലിയ എക്സ്പെക്ടേഷൻ ചെയ്താണ് കുട്ടികൾ ഇങ്ങനെ പാർക്കിക്ക് പോവാന്നുള്ള വിളിക്കൂലേ, അപ്പം കൊണ്ടുവരാൻ പറ്റിയൊരു നമ്മളെ അടുത്തുള്ള ഒരു പാർക്ക് അങ്ങനെയല്ലേ. ഇപ്പൊ ഇവിടെ പ്ലാലാൻഡിയന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 100 രൂപ, പിന്നെ ഒപ്പം കയറാൻ വരുന്ന ആൾക്ക് 20 രൂപ. ഒരു കുട്ടിക്കാണ് 100 രൂപ വരുന്നത്. ഒരു കുട്ടിക്ക് 100 രൂപ. അപ്പോ ഈ ഒരാഴ്ചയുള്ള ഓഫറാണ്. 100 രൂപക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ആ സെക്ഷനിൽ കാണുന്നത്, അവിടെ ആ സെക്ഷനുള്ളിൽ കാണുന്നത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ളതാണ്. അവിടെ ആ ഏരിയ അവിടെ കാണുന്നത് കുട്ടികൾക്കൊക്കെ ഒരു വെക്കേഷനിൽ അടിച്ചു പൊളിക്കാൻ പറ്റും സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ഇതില് ഓഫർ നടക്കുന്നുണ്ട്. അതായത് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരു കുട്ടിക്ക് ഓപ്പണിങ്ങിൻ്റെതായിട്ട് ഒരാൾക്ക് 80 രൂപയും പിന്നെ കയറാൻ വരുന്ന ആൾക്ക് 20 രൂപ, അങ്ങനെ ടോട്ടൽ ഒരാൾക്ക് 100 രൂപ വരുള്ളൂ. സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ സന്തോഷം അതല്ലേ എല്ലാം. അതെ, അതല്ലേ എല്ലാം. ഉദ്ഘാടന ദിവസം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ഓൾക്ക് സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പൊ എയിലൊക്കെ കേറേണ്ടി അറിയില്ല, തുറന്നപ്പോ ഒരൊറ്റ ഓടനല്ലേനോ ഉദ്ഘാടനം. അത് തുറങ്ങിയപ്പോ ടിക്കറ്റും കൂടി എടുത്തില്ല. അതിന് മുമ്പ് തന്നെ ഓള് കയറി കേട്ട് ഇതിന്റെ ഉള്ളിക്ക്. അതിലും ആൾക്കാരുണ്ട് ഇന്ന് അത്യാവശ്യം. വലിയ കുഴപ്പമില്ലേ? കാല് മറ്റുള്ള അവിടെ അല്ല വെക്കുക. അങ്ങനെയൊക്കെ അതിലെ ജോയി നേരത്തെ കുട്ടികൾക്ക് കയറാൻ പറ്റിയ ഈ സംഭവം, ഇതിന്റെ പേരൊന്നും നമ്മളോട് ചോദിക്കരുത്. ഇത് സ്ലൈഡിങ് അല്ലേ ഈ സംഭവം? സ്ലൈഡിങ്, പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു സംഭവം. അതെ, പിന്നെ ഇത് ബലൂണിന്റെ ഈ സംഭവം. ഇതിന്റെ പേരൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പിന്നെ ഊഞ്ഞാലുണ്ട്, പിന്നെ ജമ്പിങ്, അങ്ങനെ കുറച്ച് സംഭവങ്ങള്. അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്, കാട്ടിത്തരണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ മേലെ ഒരു കഫേ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ കഫേ ഉണ്ട് മേലെയുള്ളു. ഒക്കെ ഒരു വെറുതെ ഒന്ന് തന്നെ തോന്നുന്നുണ്ട് സംഭവങ്ങളൊക്കെ. ഇതങ്ങനെ ഉണ്ട് നമ്മളെ മഞ്ചേരിത്തെ പാർക്ക്. ചെറുപ്പത്തെ കുട്ടികൾക്കല്ലേ, നമ്മളെ മക്കളായപ്പോ ഓർക്ക് എന്താ വേണ്ട വെച്ചുണ്ട്. നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങൾ ഇങ്ങനൊക്കെ പോകുന്നോ? ഞാൻ പോകുന്നുണ്ട്, കുറെ പോകുന്നു. ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ എനിക്ക് പാർക്ക് കയറിയ ഒരു ഓർമ്മല്ല. അതെ, എനിക്കും. പിന്നെയും കുറച്ചൊക്കെ ലെവലായത് ഒരു 9ാം ക്ലാസ് മുതലാണ്. ചെറുപ്പത്തിൽ നിന്ന് ഇറങ്ങണ തന്നെ അംഗനവാടി പോയാൽ തന്നെ ഓർക്ക് അത്യാവശ്യം കളിക്കാനുള്ള സാധനങ്ങളൊക്കെ. എന്നാലും ഇപ്പൊ തന്നെ കുറച്ചൊരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പറയും പാർക്കിക്ക് പോവല്ലേ. ഒരിക്കിപ്പോ അത് കിട്ടും എന്നുള്ളൊരു രീതി ഒരിക്കറിയാം. പാർക്കിക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മള് കൊണ്ടുപോകും എന്നുള്ളത് ഒരിക്കറിയാം. അതെ, സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാനുള്ളതുണ്ട്. നമ്മളെ സാധാരണ മലപ്പുറത്ത് നമ്മള് കോട്ടക്കുന്നുമുക്ക് എങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കോട്ടക്കുന്നുമുക്ക് പോണ അത്ര തന്നെ ഇവിടെ ഉള്ളൂ. അതിന്റെ അടുത്ത് തന്നെ വലിയ കുഴപ്പമില്ല. എവിടെ കേറി നിക്കണേ ലാസി? അങ്ങ ഒന്ന് കയറില്ല, ഇറങ്ങി 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 അവിടുന്ന് ഇറങ്ങി ഫുൾ കുട്ടികളെ ഒരു ഏരിയയാണ്. ഇനി ഏതാ അടുത്തതേക്ക? ഏതിൽക്ക പോകണ്ടി അറിയില്ല. ഒന്നിന്ന് ഇറങ്ങുമ്പോ ഒന്നിന്ന് കേറും. ജോയ് എന്താ പണി? ഓ, ഇത് ബിലോ 5 ഇയേഴ്സിനുള്ള സെക്ഷനാണ്. ഇതാണ് കുറച്ചുകൂടി വലിയ കുട്ടികൾക്കുള്ളത്. ഇത് 5 വയസ്സിന് താഴെ കുട്ടികൾക്കുള്ളത്. ജോയ് എങ്ങോട്ട് കയറിക്കോ.
വാ ജോയ്. അടുത്ത് തന്നെ വിൽക്കുള്ള VR-ന്റെ ഗെയിമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പോയിന് ഏതോ ഒരു കുട്ടി കാട്ടിയത്. വീണോ? ആര് കാട്ടിയത്? ഓളെ ഏതോ ഒരു കുട്ടി കാട്ടിയത്. ഓന്റെ കടമ കഴിഞ്ഞു പോകുന്നു. ഓന് ഓലൊക്കെ കയറ്റി ആട്ടി കൊടുത്തുകൊണ്ട് ഓൻ കിട്ടി തിരിച്ചു പോകുന്നു. ലാജിക്ക് ഒറ്റക്ക് പോവാൻ പേടിയിട്ട് ഗാർഡിയനായി പോയത്. ജോയിക്കല്ലേ? അതൊക്കെ ഇങ്ങനെ ഞങ്ങള് പോവല്ലേ? ജോയിന്റെ ഐസ്ക്രീം മുന്നിൽ കഴിഞ്ഞു. ജോയ പോവല്ലേ നമുക്ക്? അങ്ങനെ കുട്ടികളെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. സോ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മഞ്ചേരിക്കാർക്ക് വന്ന് പോവാം. അങ്ങനെ കിഡ്സ് പാർക്ക് എന്നൊക്കെ ഇറങ്ങി നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ലാസ്റ്റ് ഫുഡ് ഏതാ ഉറപ്പിച്ചത്? മന്തി വേണം കൊറേ പറഞ്ഞ് ലാസ്റ്റ് നമ്മള് ബ്രോസ്റ്റുമെത്തി. കുട്ടികൾക്ക് ബ്രോസ്റ്റ് മതി. അപ്പൊ നമുക്ക് ബ്രോസ്റ്റ് മതി. നമുക്ക് മഞ്ചേരിയിലെ ഏറ്റവും നല്ല ബ്രോസ്റ്റ് കഴിക്കാൻ പോവാം. അത് നമ്മളെ മഞ്ചേരി വുഡ് ബൈയിലാണ് കിട്ടുക. അങ്ങോട്ട് പോയേക്കാം. ഓക്കെ. മഞ്ചേരി ബ്ലോക്കിന്റെ ഒരു നാടാണല്ലോ. കുറേ കുറവുണ്ട്. ഇത്രയും നല്ല ഉണ്ടാവില്ല സാധാരണ. എന്തോരം ബ്ലോക്ക് ഉണ്ടാകാൻ അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ബ്ലോക്ക് അതിന്റെ അടിയിൽ കൂടെ കൊണ്ടുവരും. നോക്കിയാ എവിടെയാണ് പൊട്ടി പെട്ടുന്നില്ലല്ലോ. അല്ല ഈ ഗ്യാസിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് വുഡ് ബൈനൊക്കെ ഇതൊരു ഉള്ളോട്ടേക്ക് ആയോണ്ട് കാണൂല, അതാണ് പ്രശ്നം. അറിയില്ല നമ്മള് പേരാണ് ബാങ്ക് എത്തിയുണ്ടോ. അവിടെ നമുക്ക് ബ്രോസ്റ്റ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. എന്താ രാസിമേ? ബ്രോസ്റ്റ് കഴിക്കുകയാണ്. ഇങ്ങനെ ബ്രോസ്റ്റ് കഴിക്കുകയാണ്.